സംശയമുണ്ട് എന്നർത്ഥം. അയാൾക്ക് വ്യക്തതയില്ല. അയാൾ ജ്ഞാനിയാണെന്ന് പറഞ്ഞാലോ അയാൾക്ക് ആ കാര്യത്തെക്കുറിച്ച് വ്യക്തതയുണ്ട്. അപ്പൊ ഹിരണ്യകശിപു എന്ന് പറയുന്ന കഥാപാത്രം അവിവേകിയാണ്, സംശയമുള്ളവനാണ്. അവനൊരു കാര്യത്തെക്കുറിച്ച് എന്തില്ല? വ്യക്തതയില്ല. എന്നാൽ പ്രഹ്ലാദൻ എന്ന് പറയുന്ന കഥാപാത്രമോ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയുള്ളവരാണ്. നമ്മൾ ഓരോരുത്തരും പ്രഹ്ലാദനായിത്തീരണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നമ്മൾ ഓരോരുത്തരും ആധ്യാത്മിക കാര്യത്തെക്കുറിച്ച് വ്യക്തതയുള്ളവരായിത്തീരിക്കണം. എന്തിന് ഞാൻ അമ്പലത്തിൽ പോകണം? എന്തിനാണ് ഈ വഴിപാടുകൾ ചെയ്യുന്നത്? എന്തിനാണ് ഞാൻ ഭാഗവതം വായിക്കുന്നത്? എന്തിനാണ് ഞാൻ ഗീത വായിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം ഞാൻ മറ്റുള്ളവരോട് ഇടപഴകേണ്ടത്? എങ്ങനെയായിരിക്കണം എനിക്ക് അനുഭവങ്ങൾ വന്നാൽ ഞാൻ അതിനോട് പ്രതികരിക്കേണ്ടത്? ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തത വന്നു കഴിഞ്ഞാൽ, എത്രത്തോളം വ്യക്തതയുണ്ടോ അത്രത്തോളം നമ്മുടെ പെർഫോമൻസ് കൂടിക്കൂടി വരും. ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് കൂടുന്തോറും അത് ചെയ്യുന്നതിൽ ക്ലാരിറ്റി വരും, നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ വരും. വാസ്തവത്തിൽ സംതൃപ്തി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ അറിയോ? ഒരു കാര്യം വ്യക്തതയോടുകൂടി ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭൂതിയുടെ പേരാണ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത്. അത് വെറുതെ പറഞ്ഞതുകൊണ്ട് കിട്ടില്ല. ഇന്നത്തെ ആളുകൾക്ക് അത് കിട്ടാത്തതിന് കാരണം അവർക്ക് പലപ്പോഴും ചെയ്യുന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. യാന്ത്രികമായി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അതുകൊണ്ട് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ വൈകുന്നേരമായാൽ അത് ഒഴിച്ചാൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ചിലർക്ക് ക്ലബിൽ പോകണം, ചിലർക്ക് ഡാൻസ് കളിക്കണം. അതുകൊണ്ട് ഇന്നത്തെ യങ് തലമുറകളെ നോക്കും നിങ്ങൾ വഴിതെറ്റിക്കുന്നത്. വൈകുന്നേരമായാൽ ബീർ പബ്ബുകളിലേക്കാണ് അവർ പോകുന്നത്. പോയി നോക്കൂ നിങ്ങൾ ബാംഗ്ലൂരെല്ലാം ആയിരക്കണക്കിന് കുട്ടികൾ കുടിച്ച് കൂത്താടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവരെ സംബന്ധിച്ച് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അത്തരത്തിൽ കുടിച്ച് നൃത്തമാടുമ്പോൾ മാത്രമാണ്. അവരുടെ ജോലി സ്ഥലത്ത് അവർക്കത് കണ്ടെത്താൻ പറ്റുന്നില്ല, അവരുടെ വീട്ടിൽ അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല, ഭാര്യയോടും മക്കളോടും കൂടിച്ചേർന്നിരിക്കുമ്പോൾ അവർക്കത് കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വേറെയും ജീവിതം എന്ന് പറയുന്നത് വേറെയുമാണ്. ജീവിതത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതല്ല, സംതൃപ്തി എന്ന് പറയുന്നതല്ല. നാം ഏത് കാര്യത്തിലും വ്യക്തതയോടുകൂടി ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് സാറ്റിസ്ഫാക്ഷൻ. അതിന് ഏത് രോഗത്തെ എടുത്ത് മാറ്റണം? നമ്മളിൽ ഉറച്ചിരിക്കുന്ന സംശയം എന്ന് പറയുന്ന രോഗത്തെ എടുത്ത് മാറ്റണം. രാമായണത്തിലും ഇതുപോലെ സന്ദർഭം വരും. രാമരാവണ യുദ്ധമൊക്കെ കഴിഞ്ഞ് ശ്രീരാമസ്വാമി സീതാദേവിയോടൊന്നിച്ച് രാജ്യം ഭരിക്കുന്ന കാലം. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇവരിങ്ങനെ വർത്തമാനം പറയും, സഹോദരന്മാരൊക്കെ ചേർന്നിട്ട്. അപ്പോൾ ഇടയ്ക്ക് വർത്തമാനം പറയുന്നതിനിടയിൽ ശ്രീരാമസ്വാമി എണീറ്റ് പോകും. ഒരു ദിവസം ലക്ഷ്മണൻ നോക്കി എങ്ങോട്ടാണ് പാർട്ടി പോകുന്നത്. അപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ലക്ഷ്മണൻ്റെ ക്വാർട്ടേഴ്സിലേക്കാണ്, ലക്ഷ്മണൻ താമസിക്കുന്നിടത്തേക്കാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നുമുണ്ട്. അപ്പോൾ ലക്ഷ്മണൻ ഇങ്ങനെ ആലോചിച്ച്, എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ അവിടെ, അവൾ ഏറെക്കുറെ കിടന്നുറങ്ങുന്ന ഒരു സമയമാണ്, ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയം. എന്തിനാണ് രാമൻ അവിടെ പോകുന്നത്? ഒരു ശരിയില്ലല്ലോ ജ്യേഷ്ഠൻ എൻ്റെ റൂമിൽ പോകുന്നത്. ഇങ്ങനെയൊരു സംശയം ആരുടെ ഉള്ളിൽ കയറി? ലക്ഷ്മണൻ്റെ ഉള്ളിൽ. ഒരു ദിവസം കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ പോലെ വീഡിയോ ക്യാമറയൊന്നുമില്ല. പതുക്കെ പുറകിൽ പോയി ശ്രീരാമസ്വാമിയെ പാത്തും ഒളിഞ്ഞും നോക്കി. അങ്ങനെ നോക്കി മുറിയിലേക്ക് കണ്ണെത്തിച്ച് നോക്കുമ്പോൾ കാണുന്നത് ഊർമിള കിടന്നുറങ്ങാണ്. ഊർമിള കിടന്നുറങ്ങുന്ന സമയത്ത് ശ്രീരാമസ്വാമി ചെന്ന് ചെയ്യുന്നത് എന്താണെന്നറിയോ? തൊഴുത് നമസ്കരിച്ചിട്ട് വരികയാണ്. ലക്ഷ്മണൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീരൊഴുകിയതാണ്. ഓ, ഇത്രയും ആദരവ് എൻ്റെ ഭാര്യയോടോ, അതും എൻ്റെ ജ്യേഷ്ഠനോ? പുറത്തു വന്ന് ശ്രീരാമൻ്റെ കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠ മാപ്പ് തരണമെന്ന്. കാരണം ഇത്തിരി സംശയം എൻ്റെ മനസ്സിലേക്ക് കയറി, അവിവേക മനസ്സുകൊണ്ട് അങ്ങേ ഞാൻ ദുഷിച്ച രീതിയിൽ സംശയിച്ചു. ഉടനെ ശ്രീരാമസ്വാമി പറഞ്ഞു, നമ്മൾ 12 വർഷം വനത്തിൽ താമസിച്ചു. 13ാമത്തെ വർഷം നമുക്ക് സീത നഷ്ടപ്പെട്ടു. 14ാമത്തെ വർഷമായപ്പോഴേക്കും നമുക്ക് യുദ്ധസന്നാഹം ചെയ്യേണ്ടി വന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയത് നമ്മളാരും അറിഞ്ഞിട്ടില്ല. ഈ ഊർമിളയുടെയൊക്കെ തപസ്സാണ്. ഇവരൊക്കെ വ്രതങ്ങൾ നോറ്റ് നമുക്ക് വേണ്ടി കഠിനമായ തപസ് ചെയ്യായിരുന്നു. ഞാൻ ആ തപസ്സിൻ്റെ മുന്നിൽ നമസ്കരിച്ചതാണ്. ഇങ്ങനെ നമ്മൾ സത്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോണ്ടല്ലോ പലപ്പോഴും നാം മനസ്സിലാക്കിയതാവില്ല യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിനെന്ത് വേണം? ഈ സംശയമാകുന്ന രോഗാണുവിനെ നമ്മുടെ ഉള്ളിൽ നിന്നും മാറ്റി വരണം. ഞാനിത് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നൊരു വിദ്യാലയത്തിൽ പോയിരുന്നു, എനിക്കത് ഫീൽ ചെയ്തു. അല്ലാതെ അപ്പോൾ അവിടുത്തെ ഒരു
മെജോറിറ്റി ഓഫ് കുട്ടികളെ, പ്രത്യേകിച്ച് ഹയർ സ്റ്റാൻഡേർഡിലെ കുട്ടികളെ ഞാൻ അഡ്രസ്സ് ചെയ്ത സമയത്ത് അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾക്ക് എത്ര പേർക്ക് കണക്കിനെ പേടിയുണ്ട്? ഹൗ മെനി ഓഫ് യു ഫിയർ മാത്തമാറ്റിക്സ്? അതിൽ 90% കുട്ടികളും കൈ ഉയർത്തിയത് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം അവരത്രയും സംശയത്തിലാണ് ഈ കണക്കെന്ന് പറയുന്ന സാധനത്തെ പരീക്ഷ വന്നാൽ നമുക്ക് നേരിടാൻ സാധിക്കുമോ എന്നുള്ള സംശയത്തിലാണ്. ഇത്ര കുഞ്ഞു പ്രായത്തിൽ തന്നെ അവരുടെ ഉള്ളിൽ ഒരു പരീക്ഷയെപ്പോലും ഫേസ് ചെയ്യാനുള്ള ധൈര്യം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാണ് ജീവിതത്തിൽ അവർക്ക് ഓരോരോ പ്രശ്നങ്ങളെയും പ്രതിബന്ധങ്ങളെയും നേരിടാൻ സാധിക്കുക. മനസ്സിലാവുണ്ടോ? അപ്പം അതുകൊണ്ട് ഈ വിദ്യാഭ്യാസം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല. അതിനെന്ത് വേണം? ആത്മീയമായൊരു സംസ്കാരം കൊണ്ടുവരണം. അതെന്താണ് ആത്മീയമായ സംസ്കാരം? മനുഷ്യ മനസ്സിന് പ്രത്യേകത ഉള്ളത്, അതിന് ധൈര്യം കണ്ടെത്താൻ എങ്ങോട്ട് നോക്കണം? തന്നിലേക്ക് തന്നെ നോക്കണം. കാരണം മനുഷ്യ മനസ്സിനെ നിലനിർത്തുന്നത് ഈ ബാഹ്യമായ വസ്തുക്കളൊന്നുമല്ല. ഇതിനെ നിലനിർത്തുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യമാണ്, ഭഗവാൻ തന്നെയാണ്. എൻ്റെ കൂടെ ഭഗവാൻ ഉണ്ടെങ്കിൽ ഏത് കാര്യത്തിനെയും നേരിടാൻ എനിക്ക് സാധിക്കുമെന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നാൽ ഒരുപക്ഷെ പ്രശ്നങ്ങളെ കുറേയൊക്കെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുന്നു പറയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ആ ധൈര്യം നമുക്ക് കിട്ടണമെങ്കിൽ ആത്മീയതയിലൂടെ അല്ലാതെ ഈ ധൈര്യം ഇന്നേ വരെ ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ ധൈര്യം കണ്ടെത്തിയ കുട്ടിയാണ് ആര്? ഭാഗവതത്തിലെ അതിഗംഭീരനായ കഥാപാത്രമായ പ്രഹ്ലാദൻ എന്ന് പറയുന്നത്. കഥയിലേക്ക് നമുക്ക് കടക്കാം. തൃതീയ അധ്യായത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 3-ാമത്തെ അധ്യായം. നേരത്തെ കഥ പറഞ്ഞു. ഹിരണ്യകശിപു അദ്ദേഹം അസുരനാണ്. ഹിരണ്യാക്ഷൻ വധിക്കപ്പെട്ടതിൽ കോപിഷ്ഠനായി വരാഹരൂപത്തിൽ വന്ന ഭഗവാനെ, ഹരിയെ മാറുകീറിക്കൊണ്ട് രക്തമെടുത്ത് തൻ്റെ സഹോദരന് തർപ്പണം ചെയ്യുമെന്ന് പറഞ്ഞ ഉച്ചത്തിൽ അലറിക്കൊണ്ട് സകല ആധ്യാത്മികമായ സംസ്കാരങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെററിസ്റ്റ് ഇന്നത്തെ സംസ്കാരമുണ്ടല്ലോ, അതൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ തളർന്നു കിടക്കുന്ന അമ്മയുടെ ആ രൂപം കണ്ട് തൻ്റെ മടിയിൽ അമ്മയുടെ തല വെച്ചുകൊണ്ട് അമ്മയ്ക്ക് വലിയ ആധ്യാത്മിക ജ്ഞാനം പറഞ്ഞു കൊടുത്തുകൊണ്ട്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അതിഗംഭീരമായൊരു ചിന്തയാണ്. അമ്മേ, ഇത് മനസ്സിലാക്കി വെക്കൂ, നമ്മൾ ഒരാളെയും വാസ്തവത്തിൽ കാണുന്നില്ല എന്ന്. നിങ്ങളത് തലയിലേക്ക് കയറ്റിയിട്ടില്ല പറഞ്ഞത്. എല്ലാവരും ഞാൻ എന്ന് പറയുന്നത് ശരീരം കൊണ്ടല്ല, നിങ്ങൾ ശരീരത്തിലൂടെ അത് പ്രകടിപ്പിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ഞാനെന്ന് പറയുന്നത്, നിങ്ങളൊക്കെ ഓരോരുത്തരും ഞാനെന്ന് പറയില്ല എപ്പോഴും. ഈ ഞാനെന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റ് ഏതാണ്? നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ പ്രാണനുമാണ്. അപ്പം മനസ്സും പ്രാണനും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനെന്ന് പറയാൻ സാധ്യമല്ല. ആ ചിന്തയുണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ശബ്ദരൂപത്തിൽ അങ്ങോട്ട് വരണമെങ്കിൽ അതിൽ ചിന്തയും വേണം, അതിൽ പ്രാണന്റെ പ്രവർത്തനവും വേണം. അങ്ങനെ ചിന്തയും പ്രാണന്റെ പ്രവർത്തനവും എല്ലാം ഏകീഭവിപ്പിച്ചുകൊണ്ട് അതിനെ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആരാണ്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യമാണ്. ശരീരത്തെ നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ ഞാനെന്ന് പറയാൻ ചിന്തിപ്പിച്ച മനസ്സിനെയും ആ ചിന്തകളെ പുറത്തേക്ക് പ്രകടിപ്പിച്ച പ്രാണനെയും നമുക്ക് കാണാൻ സാധ്യമല്ല. അത് തന്നെ കാണാൻ സാധ്യമല്ലെങ്കിൽ ഇതിനെല്ലാം ഏകീഭവിപ്പിക്കുന്ന ചൈതന്യത്തെയും നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്പം നമ്മൾ ആരെങ്കിലും പരസ്പരം കാണുന്നുണ്ടോ? ഉറക്കെ പറയുമെന്ന്. ഇല്ല, ആരെയും കാണുന്നില്ല. നമ്മൾ കാണുന്നത് കുറേ ശരീരങ്ങളും അതിൻ്റെ ചലനവും മാത്രം. അപ്പം അതുകൊണ്ട് വാസ്തവത്തിൽ ഓരോ മനസ്സും മറ്റൊരു മനസ്സിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു മനസ്സിൽ നിന്ന് ഇന്നത് കിട്ടുമെന്നൊരിക്കലും പ്രതീക്ഷിക്കല്ല വേണ്ടത്. നമുക്ക് വേണ്ടതെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു മനസ്സിനെ കൊണ്ട് മറ്റൊരു മനസ്സിനെ ആശ്രയിക്കാനല്ല പരിശീലിപ്പിക്കേണ്ടത്. മറിച്ചെന്ത് വേണം? ഈ മനസ്സുകളെയൊക്കെ ആരാണ് നിലനിർത്തുന്നതെന്ന് കണ്ടെത്തിയിട്ട് അനവധി തരത്തിലുള്ള വസ്ത്രങ്ങൾ, അനവധി നിറത്തിലുള്ള വസ്ത്രങ്ങൾ, ഇതെല്ലാം നിലനിർത്തുന്നത് ഒരേ നൂലാണെന്ന് നമ്മൾ കണ്ടെത്തുന്നത് പോലെ അനവധി തരത്തിലുള്ള ആഭരണങ്ങളെ നിലനിർത്തുന്നത് ഒരേ സ്വർണ്ണമാണെന്ന് കണ്ടെത്തുന്നത് പോലെ അനവധി തരത്തിലുള്ള മൺപാത്രങ്ങളെ ഒരേ മണ്ണാണ് നിലനിർത്തുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനവധി തരത്തിലുള്ള മനസ്സുകളെ നിലനിർത്തുന്നത് ഒരേ ചൈതന്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിനെ ആരിലേക്ക് ഉയർത്തണം? ഭഗവാൻ. ഇതാണ് ആത്മീയത എന്ന് പറയുന്നത്. ഭൗതികത എന്ന് പറയുന്നത് മനസ്സിനെ ആശ്രയിക്കുന്നത് ഭൗതികതയും, മനസ്സ് അതിൻ്റെ ഉറവിടമായ ആത്മാവിനെ ആശ്രയിക്കുന്നത്
ചൈതന്യത്തെ ആശ്രയിക്കുന്നത് ആത്മീയതയും. ഭഗവാൻ ഗീതയിൽ അതാണ് നമുക്ക് ഉറപ്പിച്ചു തരുന്നത്. മയ്യാസക്തമന പാർത്ഥ യോഗം യുഞ്ജന്മദാശ്രയാം. നിങ്ങളുടെ മനസ്സ് എന്നിലേക്ക് ആസക്തമായാൽ എന്നിലേക്കത് യോഗം ചെയ്യും. നിങ്ങളുടെ മനസ്സ് വിഷയാധ്യായതം, വിഷയത്തിലേക്കാണ് പോകുന്നതെങ്കിലോ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ നശിപ്പിച്ചിരിക്കും. കാരണം ഭഗവാൻ ഗീതയിൽ മനോഹരമായി പറയുന്നുണ്ട്, ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷുപജായതേ സംഗാൽ സഞ്ജായതേ കാമ കാമാൽ ക്രോധോഭിജായതേ ക്രോധാൽ ഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതിവിഭ്രമാം സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി. ആദ്യം വിഷയാൻ ധ്യായത, മനസ്സപ്പം തന്നെ പോയി മറ്റൊരു മനസ്സിലേക്ക് പോയി. പിന്നെ അതിനോട് സംഘം, പ്രതീക്ഷിച്ചത് കിട്ടിയിട്ടില്ലേ കോപം, പിന്നീട് ദുഃഖം, പിന്നീട് മനസ്സാകെ അസ്വസ്ഥമായി, സംശയങ്ങളായി. അങ്ങനെ ക്രമേണ 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 നമ്മൾ നാശത്തിലേക്ക് പോയി പറയുകയാണ്. അപ്പം അങ്ങനെ മറ്റൊരു മനസ്സിനെ ആശ്രയിക്കാൻ പരിശീലിപ്പിക്കാതെ ആരെ ആശ്രയിക്കണം? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലേക്ക് തിരിയാൻ മനസ്സിനെ പരിശീലിപ്പിക്കണം. അത് നമുക്ക് വളരെ രസകരമായി എളുപ്പമായി കാണിച്ചു തരുന്നു പ്രഹ്ലാദൻ. കഥയിലേക്ക് കടക്കാം. ഹിരണ്യകശിപൂരാജൻ ഏജയമാചരാമരം ആത്മാനമപ്രതിദ്വന്ദ്വം ഏകരാജ്യം വിദൽസദാം സതേപി മന്ദരദ്രോണ്യം തപ പരമധാരുണം ഊർദ്ധബാഹുന്നഭോ ദൃഷ്ടി പാദാങ്കുഷ്ടാശ്രിതാവനി. അങ്ങനെ അമ്മയെയെല്ലാം സമാധാനിപ്പിച്ചതിന് ശേഷം ഇനി തനിക്ക് ഒരിക്കലും മരണമുണ്ടാവരുത്, ഞാൻ അമരനായിരിക്കണം എന്ന് ഇപ്രകാരം നിശ്ചയിച്ച്, ആത്മാനം അപ്രതിദ്വന്ദ്വം, എനിക്ക് എതിരാളികൾ ഉണ്ടാവരുത്, എന്നെ തോൽപ്പിക്കാൻ, എന്നെ വധിക്കാൻ ആർക്കും സാധിക്കരുത് എന്നൊക്കെ എങ്ങനെ നിശ്ചയിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് തപസ് ചെയ്യാൻ പോയി മന്ദര പർവ്വതത്തിലേക്ക്. അവിടെ ചെന്നിട്ടോ പാദാങ്കുഷ്ടം, ഒരു വിരലിൽ ഊന്നിക്കൊണ്ടാണ് തപസ്. അതും കണ്ണുകൾ ആകാശത്തിൽ ഉറപ്പിച്ചുകൊണ്ട് കൈകളെല്ലാം ഊർദ്ധബാഹു, കൈകളൊക്കെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള കഠിനമായ തപസ്. അവിടെ ആ തപസ് ചെയ്തിട്ടോ ജഡാദീദിബി രേജേ സംവത്താർ കൈവാംശുബി തസ്മിൻ തപ്യമാനേ ദേവാസ്ഥാനാനി ഭേജിരേ. കഠിനമായ തപസ്സുകൊണ്ട് ലോകത്തെ മുഴുവൻ, ദേവന്മാര് മുഴുവൻ വേദന പൂണ്ടു എന്ന് പറയുകയാണ്. അത്രയും ക്രൂരമായ തപസ്. ഈ തപസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടല്ല, ഇതെല്ലാം ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ്. അപ്രകാരം തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് തേന തപ്താദിമം തെക്ത്വാ ബ്രഹ്മലോകം യയുസ്വരാം ദാത്രേ വിജ്ഞാപയാമാസ സുർദേവദേവജകൽപദേ ദൈത്രേന്ദ്ര തപസാ തപ്താ ദിവിസ്താതും ന ശക്നുമാം. ദേവലോകം വിട്ടുകൊണ്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് അഭയം പ്രാപിക്കേണ്ടി വന്നു ദേവന്മാർക്ക്. പറഞ്ഞു, ഇവന്റെ തപസ്സുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഇരിക്കാൻ വയ്യ, അത്രയും ഇവന്റെ തപസ്സുകൊണ്ട് ഞങ്ങൾ ചുട്ടുപൊള്ളുന്നു എന്ന്. ഈ ലോകത്തിൽ തെറ്റായി ചിന്തിക്കുന്ന ആളുകളുടെ തപസ് സമൂഹത്തിൽ മറ്റുള്ളവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു പറയാണ്. ഈ കഥകളെ നിങ്ങൾ പഴയതായിട്ട് എടുക്കണ്ട, ഇന്നുമുണ്ടല്ലോ ഇതൊക്കെ. മനുഷ്യന് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ എളുപ്പം സാധിക്കും അല്ലേ? കൺസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനാണ് വളരെ പ്രയാസം. ഒരു ദിവസം നമ്മളതല്ലേ കാണുന്നത്, മനുഷ്യനെ സഹായിക്കാനാണ് ഈ പൊളിറ്റിക്സ് ഒക്കെ വന്നിരിക്കുന്നത്. നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ ഇന്നും ഞാൻ പത്രത്തിൽ വായിച്ചു, ഒരു നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ ബസ്സുകളൊക്കെ മുടക്കിയിരിക്കുന്നത്. അപ്പം എത്ര കുട്ടികളുടെ ഭാവിയാണ് നശിപ്പിക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ നല്ലവരുടെ എണ്ണം കുറയുന്നത് കൊണ്ടാണ് ഈ ദുഷ്ടതയ്ക്ക് ശക്തിയും ദുഷ്ടതയ്ക്ക് വ്യാപ്തിയും കൂടുന്നത് പറയാണ്. നമ്മൾ നല്ല രീതിയിലുള്ള ചിന്തകൾ വരണം, വ്യക്തികൾ നന്നാവണം, അപ്പം ലോകം നന്നായി എന്ന് പറയണം. കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് പോലെ ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. വളരെ മനോഹരമായി കുഞ്ഞുണ്ണി മാഷ് പറയും, ഒന്നെന്നിങ്ങനെ എഴുതാം, ഒന്നെന്നിങ്ങനെ എഴുതാം, വളവും വേണ്ട തിരിവും വേണ്ട കുറിവും വേണ്ട ഒടിവും വേണ്ട കുത്തനെയൊരു വര കുറിയ വര. ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി, ഒന്നായി നന്നായാൽ നന്നായി, ഒന്നായാൽ. എല്ലാവരും നന്നായാൽ എല്ലാവരും ഒന്നായി.
എല്ലാവരും ഒന്നാവണമെങ്കിൽ എല്ലാവരും നന്നാവുക തന്നെ വേണം. അങ്ങനെയുള്ള ആ മനസ്സ് നമുക്ക് വാർത്തെടുക്കണമെങ്കിൽ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ലോകത്തെ നശിപ്പിക്കുന്ന ഒരു ചിന്തയോടുകൂടിയിട്ട് അവൻ തപസ് ചെയ്തപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ശരി, ഇതി വിജ്ഞാപിതോ ദേവൈ ഭഗവാനാത്മപുർനൃപ പരീതോ പ്രകൃതക്ഷാദ്യൈ യയോ ദൈത്യേശ്വരാശ്രമം ന ദദസ്സ പ്രതിശ്ചന്നം വൽമീകതൃണകൈചകൈ പിപീലികാഭിരാചീർണ മേധസ്ഥം മാംസശോണിതം തപന്തം തപസാലോകൻ യഥാഭ്രാഭിഹിതം ദിവിം വിലക്ഷ്യ വിസ്മിതപ്രാഹം പ്രഹസൻ ഹംസവാഹനാം. ബ്രഹ്മാവ് സപ്തർഷികളുടെ നേതൃത്വത്തിൽ അവൻ തപസ് ചെയ്യുന്ന ആ ഭൂമിയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ദദർശ, അവൻ്റെ ശരീരം കണ്ടില്ല എന്നാണ്, അവനെ തന്നെ കാണാനില്ല. എന്തു പറ്റിയത്രേ? വാൽമീകം, അവൻ്റെ ശരീരം മുഴുവൻ മണ്ണുകൊണ്ട് മൂടിയിരിക്കണമെന്ന്. പിപീലികാഭിചീർണമേത്, അവൻ്റെ ശരീരം മുഴുവൻ ആ പുറ്റിലുള്ള ഉറുമ്പുകൾ കഴിച്ചു കഴിച്ച് കഴിച്ച് അസ്ഥികൂടം മാത്രമാവുന്ന അവസ്ഥയിൽ ഇതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. കൊതുക് കടിച്ചാൽ അറിയണു നമ്മൾ. ഇവൻ്റെ ശരീരത്തിൽ ഉറുമ്പ് പോലും കടിച്ചിട്ട് ഇവൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര കഠിനമായ തപസ് ചെയ്തിട്ടുണ്ടാവണം. അപ്രകാരം അവൻ്റെ അതൊക്കെ കണ്ടപ്പം അവരെന്ത് ചെയ്തു? അതെല്ലാം പൊട്ടിച്ചെടുത്ത് പുറ്റിൽ നിന്നൊക്കെ അവനെ പുറത്തു കൊണ്ടുവന്നിട്ട് അവനോട് പറയുന്നു, ഉത്തിഷ്ഠോത്തിഷ്ഠഭദ്രം ദേ തപസ്സിദ്ധോസി കശ്യപാം വരദോഹമനുപ്രാപ്തോ വ്രിയതാമിപ്സിതോ വരാം അദ്രാക്ഷമഹദേ ദത്തേ ഹൃസ്സാരം മഹദത്ഭുതം ദംശഭക്ഷിതദേഹസ്യ പ്രാണാഹ്യസ്തീഷു ചേരതേ. ഉത്തിഷ്ഠ ഉത്തിഷ്ഠ, എണീറ്റാലും എണീറ്റാലും ഉണർന്നാലും വരൂ വരൂ വരൂ. ഭദ്രം തേ, നിനക്ക് സ്വസ്തി, സംഭവം അനുഗ്രഹം തരികയാണ്, നിനക്ക് സിദ്ധികൾ ഉണ്ടാവട്ടെ. വരം ചോദിച്ചോളൂ, മതി മതി, നിന്റെ തപസ്സിൽ ഞാൻ പ്രീതനായിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു അത്രേ? തൻ്റെ കയ്യിലിരിക്കുന്ന കമണ്ടലുവിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് അവൻ്റെ ശരീരത്തിലേക്ക് കുടഞ്ഞ് ഇത്യുക്താഭിബ്രവോ ദേവോ ഭക്ഷിതാം കമ്പിബീലികൈ കമണ്ഡലു ജലേനോക്ഷൽ ദിവ്യേനാമോകരാദസാം. തൻ്റെ കയ്യിലിരിക്കുന്ന കമണ്ഡലുവിലെ വെള്ളമെടുത്ത് അവൻ്റെ ശരീരത്തിലേക്ക് കുടഞ്ഞ സമയത്ത് അവന് നഷ്ടപ്പെട്ടു പോയ ശക്തിയും ഓജസ്സും തേജസ്സും ആരോഗ്യവും എല്ലാം തിരിച്ചു കിട്ടിയതാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ വെള്ളം നല്ലൊരു മെഡിസിൻ വെള്ളമാണ്. അതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ ആ വെള്ളത്തിന് സാധിച്ചു എന്ന്. എന്നിട്ടോ അത് കഴിഞ്ഞതും അവൻ നനാമ ശിരസാ ഭൂമോ തദ്ദർശന മഹോദ്ഭവാം, ആ ബ്രഹ്മാവിൻ്റെ പാതാരവിന്ദത്തിൽ വീണ് നമസ്കരിച്ചു. അപ്പോഴും ഹിരണ്യകശിപുവിന് ഒരു കാര്യം അറിയാം, തന്നേക്കാളും വലിയവനാണ് ആര്? ബ്രഹ്മാവ്. അതുവരെയൊക്കെ അവൻ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ ബ്രഹ്മാവിനെ ഒന്ന് സന്തോഷിപ്പിക്കുകയാണ്. ഹിരണ്യകശിപുവാച, ബ്രഹ്മാവിനെയാണ് സ്തുതിക്കുന്നത്. കൽപ്പാന്തേ കാലസൃഷ്ടേന യോന്ധേന തപസാവൃതം അഭ്യവനൽ ജഗതിദം സ്വയം ചോദീശ്വരോജിഷാം ആത്മനാ ത്രിപിതാചേദം സൃജത്യവതിലും ബദി രജസ്തത്തമോധാംനേ പരായ മഹദേ നമാം. ബ്രഹ്മാവിനെ നോക്കിക്കൊണ്ട് പറയുന്നു, അവിടുന്നാണ് ഈ കൽപ്പങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നത്, ഈ കൽപ്പങ്ങളെയൊക്കെ നിലനിർത്തുന്നത്, ഈ കൽപ്പങ്ങളെയൊക്കെ സംഭരിപ്പിക്കുന്നത്. അങ്ങനെ എല്ലാറ്റിലും വ്യാപരിച്ചിരിക്കുന്ന വിശ്വമനസ്സായിരിക്കുന്ന ബ്രഹ്മാവേ, അങ്ങയ്ക്ക് പരായ മഹദേ നമ. അവിടുത്തെ പാതാരവിന്ദത്തിൽ ഞാൻ നമസ്കരിക്കുന്നു. അവിടുന്നാണെങ്കിൽ നമാധ്യായ ബീജായ ജ്ഞാനവിജ്ഞാനമുക്തയേ പ്രാണേന്ദ്രിയ മനോബുദ്ധി വികാരേ വ്യക്തിമീയുഷേ. അവിടുന്ന് ആദിബീജമാണ്, ജ്ഞാനവിജ്ഞാനങ്ങളുള്ളവനാണ്, പ്രാണേന്ദ്രിയ മനോബുദ്ധി വികാരങ്ങൾക്ക് എല്ലാറ്റിനും സാക്ഷ്യം വഹിക്കുന്നവനാണ് എന്നെല്ലാം ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിനെയാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിന് തെറ്റായ കാര്യങ്ങൾ ചിന്തിച്ച്, സംശയാദികൾ ചിന്തിച്ച്, സംശയം, ദുഃഖം, ഭയം ചിന്തിച്ച് താഴാൻ സാധിക്കും. അതിന് നല്ലത് ചിന്തിച്ച് ഉയരാൻ സാധിക്കും. അതിന് സ്വാർത്ഥത കൊണ്ട് ചുരുങ്ങാൻ സാധിക്കും. അതിന് നിസ്വാർത്ഥത കൊണ്ട് വികസിക്കാൻ സാധിക്കും. അപ്പം ചുരുങ്ങാനും വികസിക്കാനും സാധിക്കുന്നതാണ്, താഴാനും ഉയരാനും സാധിക്കുന്ന ഒരു അത്ഭുത സാധനമാണ് ഇത് മനുഷ്യ മനസ്സ്. അതുകൊണ്ട് ബ്രഹ്മാവിന് 4 തല വെച്ചിരിക്കുന്നത്. ഏത് ദിക്കിലേക്കും അതിന് വികസിക്കാം. അവസാനം അതിന് ഈശാവാസ്യം ഇതം സർവം, എല്ലാം ഇരിക്കുന്നത് ഈശ്വരനിലേക്കാണെന്ന ബോധത്തിലേക്ക് വികസിച്ച് തന്നിലും മറ്റുള്ളവരിലും ആരെ കാണാം? ഈശ്വരനെ കാണാൻ ആ തരത്തിലേക്ക് അതിന് വികസിക്കാൻ സാധിക്കും. ഏതായാലും അങ്ങനെയൊക്കെ സ്തുതിച്ചതിന് ശേഷം പറഞ്ഞു ബ്രഹ്മാവേ, അനന്ത വ്യക്തരൂപേണ
യേനേതമഖിലം തദം ചിദച്ചിക്തേ യുക്തായ തസ്മൈ ഭഗവതേ നമഃ. യദി ദാസ്യസി അഭിമതാൻ വരാൻ മേ വരദോത്തമ ഭൂദേഭ്യസ്ത